നിർത്തുന്നുണ്ടോ? രാമോട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇന്നേ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യവും സത്യാഗ്രഹവും ഒന്നും ആരും നടത്തിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം. ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം. ഇത് മാനേജ്മെന്റ് പുതിയ മൂരാച്ചിനെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാ. അത് മുളയിലെ നുള്ളയില്ലെങ്കിൽ ആപത്താ. വാസുവട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കല്ലേ, അതിനുമുമ്പ് എന്തിനാ ഈ സമരം എങ്കിലാവുളിയൊക്കെ? പോറ്റി താനവരുടെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആയിരിക്കാം. ഇവിടുത്തെ പ്രൂഫ് റീഡർ ആണെങ്കിൽ തൊഴിലാളികളോട് നിൽക്കണം. രാമൻ നായർക്ക് പരാതിയൊന്നുമില്ല സർ. ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ വരരെ. എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നേ. ജേക്കബേ, ഇന്നലെ ഡെസ്കിലാരായിരുന്നു? ഞാനായിരുന്നു സാർ. രാമൻ നായരുടെ മകളുടെ വെഡിങ് മാറ്റർ എങ്ങനെയാ മിസ്സായത്? സാർ അത് കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്ന്? വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം. ഇതുപോലെ കുറെ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. എല്ലാം പുല്ലുപോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റർ പ്രിന്റ് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? 15,000 രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റർ അവോയ്ഡ് ചെയ്ത്. ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഇന്നലെ വരെ 15,000 രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്വഴക്കമാണ്. പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം? എക്സ്ക്യൂസ് മീ സാർ, പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിന്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരെ? പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ? ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം അച്ചടിക്കാൻ തനിക്കാരോട് അധികാരം തന്നത്? അച്ഛാ, ഹീസ് അവർ അഡ്വർടൈസ്മെന്റ് മാനേജർ. നോ, ഹി ഈസ് യുവർ മാനേജർ. നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സഫാരി കോലം. പരസ്യ കോമാളി, താൻ മാനേജ് ചെയ്ത് കുത്തുവാളടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അതിവിടെ നടക്കില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തോണം, മനസ്സിലായോ? ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇഷ്യൂ ആയി കഴിഞ്ഞു. എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളാൻ നീ ആരാടാ ചെറ്റ്? അനിയൻകുട്ടാ, അമ്മ മിണ്ടായിരുന്നോണം. അമ്മയ്ക്ക് ഭരിക്കാൻ വിമൻസ് ക്ലബ് ഒന്നുമല്ല. ധർമ്മക്കഞ്ഞി വിളമ്പുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേട്ടന്റെ മോടെ കല്യാണ ഫോട്ടോ പ്രിന്റ് ആയിരുന്നല്ലോ മാനേജിംഗ് ഡയറക്ടറെ. Shut up! This is my office. You are only a sub-editor. Mind it. പോടോ പുങ്ങൻ തമ്പുരാനെ. ഈ കസലിലിരുന്ന് കറങ്ങി ലോകം കാണാൻ താഴോട്ട് ഇറങ്ങിച്ച് നോക്ക്. നമ്മുടെ പത്രത്തിന് വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ ഇപ്പൊ മനസ്സ് മേടിച്ച് മാറിയിരിക്കുന്നത്. എന്റെ ഒടുക്കത്തെ MBA മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ? മലയാള ശബ്ദം മുടങ്ങി. മിന്നൽ പണിമുടക്ക്. സാർ, എന്താണോ? എന്റെ കല്യാണമാണ്. അത് ഞാൻ തോണം. സാറ് വരണം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ? മലയാള ശബ്ദം പത്രം ചീഞ്ഞ് നമ്മുടെ പത്രത്തിന് വളമായി. ഇനി വെച്ചടി കേട്ടവാ. അച്ചടി കുറെ കൂടെ ശ്രദ്ധിക്കണം. വളം മാത്രം വന്നോണ്ട് കാര്യമായില്ലേ? താൻ രാവിലെ തൊട്ട് തുടങ്ങിയതായി ചൊറിയുന്ന വർത്താനം. താൻ കണ്ടോ ഞാൻ എങ്കിലോ വിളിക്കുന്നത്? വിളിച്ചില്ലെങ്കിലും വിളിച്ചവരുടെ കൂടെ നിന്നു. അതും സമരമാ. ആണ്ട അടുത്ത ആള്. എടാ ഏജന്റ്, ഇനി കൊതുകിനെ അടിച്ചോണ്ട് ഇവിടെങ്ങാനും കൂടിക്കോ. ഞാൻ പത്ര ഓഫീസിൽ നിന്ന് വരിക. എല്ലാരും അവിടെ കൂടി നിപ്പുണ്ട്. സമരം ഒന്ന് ഒത്തീർപ്പാവണ്ണ. മഹാനായ MD മുകളിലിരിപ്പുണ്ട്. അദ്ദേഹത്തോട് പോയി ചോദിക്കേ. രാമവർമ്മ ഹിയർ. ഗുഡ് മോർണിംഗ് സർ. ഏയ് നത്തിങ്. ഒരു പവർ ഫെയിലിയർ. ഫ്യൂസ് മാറ്റിട്ടാ മതി. ഐ കൻ മാനേജ്. ഓർഗനൈസ്ഡ് ഒന്നുമല്ല, ഒരു ഇമോഷണൽ കമോഷൻ. എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത്. ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ്. കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ, എടുത്തു കളയണം. കൈ ഇങ്ങനെ കൈ റെഡി. പെൻഷൻ പറ്റിയിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ. എല്ലാത്തിനും പിരിച്ചുവിടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നീ അച്ചടിച്ചിറക്കോ മലയാള ശബ്ദം? MBA എന്ന 3 അക്ഷരം നിരത്തിയിട്ടാ പത്രം ആവില്ല മോനെ. അത് പറഞ്ഞ് മനസ്സിലാക്ക്. സംസ്കാരം, സ്നേഹം, കാരുണ്യം
ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല. അമ്മ ഇന്നലെ വാസേട്ടനെ രാമേട്ടനെ നേർക്ക് കയർത്തില്ലേ? അതിന് വരെ അവരോട് നല്ല വാക്ക് പറയായിരുന്നില്ലേ? പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല. The desert air resounds the call of heart-struck lion's rage. The cloud puts forth its മുത്തശ്ശി. deluge. വാസേട്ടൻ നമസ്കാരം. എന്താ വാര്യരെ, ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ എങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ. മാപ്പ് പറയേണ്ടത് ഞങ്ങളാ. പിടിച്ചു നിർത്താൻ ഞാനും രാമൻ നായരും ഒക്കെ ആവുന്നത് നോക്കി. ചെറുപ്പക്കാരല്ലേ, അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ. എല്ലാം തീർന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്താപമുണ്ട്. വാര്യരോട് പാർവതി കയർത്ത് സംസാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എനിക്കറിയരുതോ ആ ചുണ്ടി. ദേഷ്യം വന്നാൽ സ്വാതന്ത്ര്യം ഉള്ളവരോടല്ലേ കയർക്കാൻ പറ്റൂ. ക്ഷമിക്ക, ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട. രാമനായരെ, മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും. അതൊന്നും വേണ്ടായേ, ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു. പായ്പാടാ, എന്തോ ഇന്ന് എല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ. രാമേട്ടൻ പോയി എല്ലാവരും വിളിച്ചോണ്ടിരൂ. ഉച്ചയ്ക്ക് ഊണ് വിടുന്നാവാം. ഓ താങ്കൂടെ ചെല്ലേ. റെഡിക്കുലസ്. തിന്നോ സമരക്കാരെ എച്ചെന്ന് നിയമിച്ച് നീ എന്നോട് ഇങ്ങുലാവ് കാണിക്കല്ലേ മോളെ. പശുവിന് കോണായല്ലോ. പെണ്ണ് കേഴണ്ട. അച്ഛൻ അനിയൻ കുട്ടനെ കയറൂരി വിട്ടിരിക്കാണോ? കയറൂരി വിടാൻ അവൻ നാൽക്കാരിയൊന്നും അല്ലല്ലോ. എന്താ സംഗതി? എന്റെ നാട് കോളം നമ്മുടെ പത്രത്തിൽ വേണോ വേണ്ടെന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു പങ്ക് തുടങ്ങിയത്. അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയെന്ന് അച്ഛൻ പറയുന്നത്? ഇപ്പോൾ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചിരുന്നു. ആശുപത്രിയിൽ മുമ്പിൽ പൊടിയും പന്തലൊക്കെ ആയി ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. അനീതിയുള്ളിടത്ത് കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ കത്തിച്ചാമ്പലാവണം. അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട്. സത്യം വദ ധർമ്മം ചര. അവൻ അതാ ചെയ്യുന്നത്. അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല. നീ നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും ശ്വസിക്കുന്നത് അമേരിക്കൻ വായുവാ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അവൻ അവന്റെ കാര്യം നോക്കിയോളും കേട്ടോ. നിങ്ങൾ എങ്ങോട്ടാ? അറേഞ്ച് മാരേജ്, ലവ് മാരേജ്. പെമ്പിള്ളാരുടെ ചർച്ചയുണ്ട്. ഇവിടെ മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ബെന്നി എവിടാ സുധു? വെന്യൂ എവിടെ വെച്ചാ? കോളേജ് ഹാളിൽ വെച്ചാ പറ്റി. നമുക്കൂടെ അങ്ങോട്ട് പോയാലോ മിസ്സസ് മേനോൻ? വേണ്ട, നിങ്ങൾക്ക് 3 പേർക്കും ആ പ്രായം കഴിഞ്ഞല്ലയോ? അറേഞ്ച് മാരേജ്, ലവ് മാരേജ്. ഇപ്പോ ഡൈവേഴ്സിന്റെ വക്കത്തല്ലയോ? നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ചൊരു ചർച്ച സംഘടിപ്പിക്കാം. ഇവള് മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ചീട്ടുകളി എത്ര മണി വരെ പോവും അമ്മേ? യോ അല്ല മമ്മി. സുദർശന് എപ്പോഴും അനിയൻകുട്ടിന്റെ കൂടെ സഞ്ചാരം അല്ലേ? അതെ അതെ, പ്രായമായെന്നൊരു ചിന്തയില്ല രണ്ടുപേർക്കും. പോവാം. അറേഞ്ച് മാരേജ് ഓർ ലവ് മാരേജ്? മാരേജ് എന്ന ചടങ്ങിന്റെ ആവശ്യം എന്താണ്? എ ക്രിമിനൽ വേസ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പാർട്ട്ണർ. പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത്. അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി വേണ്ടേ? എന്ത് ലീഗൽ സാങ്ക്ടിറ്റി? പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് കുടുംബജീവിതത്തിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ്. എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ്. എഴുത്തുകാരൻ ഭർത്താവ്, ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ്, എണ്ണക്കറുപ്പിലെ കർപ്പൂര ദീപം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ്. എന്റെ പരിഭവങ്ങളെ എന്താ പറയാ, കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും ഉറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്.